കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്, അങ്ങ് സംസാരം അവസാനിപ്പിക്കാതെ മിതഞ്ച സാരഞ്ച വാചോഹി വാക്മിത എന്നാണ്. മിതമായി സാരാംശങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയുന്നവരാണ് വാക്മി. മഹാനായ സഖാവ് EMS 15 മിനിറ്റ് പ്രസംഗിക്കാറുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ഫടിക തുല്യമായ തെളിഞ്ഞ ചിന്തയാണ് പറയാം. അതെ, ഓക്കെ, താങ്ക് യു. ശരി, ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജി ഓടന്. കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ സാജു പോൾ എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ സ്വകാര്യ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഉത്സവാന്തരീക്ഷത്തെയും നമുക്ക് ജനസമൂഹത്തിലേക്ക് എത്തിക്കാം. ശ്രീ സാജു പോൾ, നമസ്കാരം. നമസ്കാരം. നമുക്ക് സ്വകാര്യ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് തുടങ്ങാം. താങ്കൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, ലൈബ്രറി പ്രവർത്തനമുണ്ട്, സാംസ്കാരിക പ്രവർത്തനമുണ്ട്. ഈ ഈ ഏറ്റവും അതിവേഗമായ ഈ പ്രവർത്തനത്തിനിടയിൽ താങ്കളുടെ വിനോദോപാധി എന്ന രീതിയിൽ താങ്കൾ സിനിമയാണോ അല്ലെങ്കിൽ മറ്റ് കലാരംഗമാണോ വിശദീകരിക്കണം? വായനയാണ്. പിന്നെ സിനിമയും നാടകമൊക്കെ കാണുക. വായനയാണ് നമ്മുടെ പ്രധാന ലഹരി. വായനയിലാണ് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ പിതാവ് മരിച്ച് പിന്നെ അക്കാദമിക് എഡ്യൂക്കേഷനോടൊക്കെ ഒരു പരിധിവരെ വിട പറഞ്ഞ് പിന്നെ ചെറുപ്പം മുതൽ വായന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടക്കം യുക്തിവാദ ഗ്രന്ഥങ്ങളാണെന്ന് പറയാം. അതിനുശേഷം ഭൗതികവാദവും കുഞ്ഞുണ്ണി കവിതകളും അതുപോലെ ചെറുകഥയും നോവലും കവിതയും എല്ലാമായിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയേക്കുന്നത് ഈ ജീവിതാനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള, ഈ അടുത്ത കാലത്തറിയാം കമ്പിളി കണ്ടത്തെ കൽഭരണികൾ പോലെയുള്ള, അല്ലെങ്കിൽ സർവീസ് രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. അത് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ വളരെ വലിയ അനുഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഭക്ഷണത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെ പ്രത്യേകിച്ചുണ്ടോ? ഭക്ഷണവും കേരളീയ വിഭവങ്ങൾ, നാടൻ ഭക്ഷണം. എൻ്റെ ഭാര്യ നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആളാണ്, മക്കള് കഴിക്കും. അപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ വീട്ടിൽ അങ്ങനെ എല്ലാം ഉണ്ടാക്കുമെങ്കിലും അതിനൊരു നിർബന്ധ ബുദ്ധിയൊന്നും നമുക്കില്ല. നമ്മൾ അങ്ങനെ കൂടുതൽ ഈ പറയുന്ന പുതിയ കുറേ ആഹാര സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും അധികം ഞാനങ്ങനെ കഴിക്കാറില്ല. ഫുഡൊന്നും ഇല്ല, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിലില്ല. ജനപ്രതിനിധിയാകുന്നത് തുടർന്നുള്ള ഒരു 15 വർഷം പെരുമ്പാവൂരിന്റെ സമഗ്രമായ വികസനമാണ് നമ്മൾ കാണുന്നത്. എടുത്തു പറയത്തക്ക രീതിയിൽ പെരുമ്പാവൂരിന്റെ വികസനത്തെ താങ്കൾക്ക് പറയാൻ കഴിയുന്നതെന്ന് വിശദീകരിക്കാം. പെരുമ്പാവൂര് ഇപ്പോഴും ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ, ഒന്ന് ഗതാഗതക്കുരുക്കും, രണ്ട് ഈ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രീകരണമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ MLA ആയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ട്രാവൻകൂർ റയോൺസ് അടച്ചുപൂട്ടി. അതുമായി ബന്ധപ്പെട്ട് അതൊരു സ്വകാര്യ കമ്പനി ആണെങ്കിൽ പോലും ബഹുമാന്യായ ലീഡർ കരുണാകരന്റെ കാലം മുതൽ 82 മുതൽ ആ കമ്പനിക്ക് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും കൊടുത്ത എല്ലാ വായ്പകൾക്കും ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ റവന്യൂ ലാൻഡാണത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഗവൺമെന്റിന് തീർക്കേണ്ടി വന്നു. ഇപ്പൊ അതെല്ലാം പരിഹരിച്ചിപ്പോൾ 37 ഏക്കർ കൈമാറി ഇലക്ട്രോണിക് പാർക്ക് ആരംഭിച്ചു. അപ്പോൾ ഒരു 15 കൊല്ലത്തിന് ആ 15 വർഷവും റയോൺസ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ പെരുമ്പാവൂരിന്റെ പ്രത്യേകതയാർന്ന മരവ്യവസായത്തിന്റെ വിഷയങ്ങള്, അതുപോലെ മറ്റ് ചെറുകിട വ്യവസായങ്ങള്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങള്, അങ്ങനെ കുറേയേറെ വിഷയങ്ങൾ സജീവമായി ഞങ്ങൾക്ക് നിരന്തരം ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് എൻ്റെ പിതാവ് പെരുമ്പാവൂരും ഇവിടെ സഹ കുര്യനും MLA-മാരായിരുന്നപ്പോൾ ഉൾപ്പെടെ പിന്നീട് വന്നവരും ഒക്കെ ആഗ്രഹിച്ച ഒന്നാണ് മലയാറ്റൂർ കോടനാട് പാലം. ആ പാലം ഇപ്പൊ ഈ നമ്മൾ ഇരിക്കുന്ന റോഡ് പോലും ഇത്രയേറെ ഗതാഗത ബാഹുല്യം ഈ റോഡിൽ വർദ്ധിച്ചത് ആ പാലം അങ്ങേറ്റത്തുള്ളതുകൊണ്ടുകൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ജുഡീഷ്യൽ കോംപ്ലക്സ്, പിന്നെ ഞാൻ MLA ആകുമ്പോൾ പെരുമ്പാവൂർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുറുപ്പമ്പടി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പകുതി പണി ആയി നിൽക്കുകയാണ്.
എൻ്റെ ഉദ്ഘാടനം നടത്തിയത് ബഹുമാനായ ശ്രീ കെ മുരളീധരനാണ്. അതിനുശേഷം ഞങ്ങൾ നിരവധി സബ്സ്റ്റേഷനുകൾ പണിതു. അതുപോലെ തന്നെ പെരുമ്പാവൂരിൻ്റെതായ മിനി സിവിൽ സ്റ്റേഷൻ, ട്രഷറി, അതുപോലെ ഡിവൈഎസ്പി ഓഫീസ്, സ്കൂൾ മന്ദിരങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ അങ്ങനെ പൂർത്തിയാക്കിയതിൻ്റെ വളരെ വലിയ ഒരു നിര നമുക്ക് എവിടെയും പറയാൻ വേണ്ടി കഴിയും. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. ഒടുവിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ച ആ ഒരു വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇറക്കിയ അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാക്കാം. ഈ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ജിയോഗ്രഫിക്കലായിട്ട് പറയുമ്പോൾ തന്നെ കാലടി കടന്ന് നമ്മൾ അങ്കമാലിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അങ്കമാലിക്ക് വേണ്ടതെന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ താങ്കളുടെ മനസ്സിലുണ്ടാവും? നമ്മൾ വടക്കോട്ട് പോയാൽ കുഴപ്പമില്ല, തെക്കോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോ അതില് നമ്മള് വിശദമായിട്ട് ഇപ്പോൾ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രം എനിക്ക് പറയാൻ കഴിയില്ല. ഒന്ന്, ഇപ്പോൾ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് കാലടി സമാന്തര പാലം എയർപോർട്ട് റോഡിലേക്ക് ഒരു ബൈപ്പാസ് പോലെ വരണം. ഞാനും ബഹുമാനായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലും പെരുമ്പാവൂരും ഇവിടെയുമുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. പക്ഷെ അന്നത്തെ ഗവൺമെന്റും ആ ഗവൺമെന്റിൽ സ്വാധീനമുള്ള നേതാക്കന്മാരും മന്ത്രി MP ഉൾപ്പെടെയുള്ളവർ അതിന് അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് അത് യാഥാർത്ഥ്യമായില്ല. വരുമ്പോൾ ഈ പറയുന്ന പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ലല്ലോ, നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട്, ആശ്രമമുണ്ട്, മലയാറ്റൂർ പള്ളിയുണ്ട്, പെരിയാറിന്റെ സാമീപ്യമുണ്ട്, ടൂറിസം സാധ്യതകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങൾ ഇപ്പോൾ അങ്കമാലിയിലാണെങ്കിലും ബൈപ്പാസിന്റെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. എനിക്കതില് ഈ അങ്കമാലിയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് പറയാനുള്ളത്, എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ, എൻ്റെ പിതാവ് പെരുമ്പാവൂർ MLA ആയിരുന്നു. 1970 എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ശ്രീ S. കൃഷ്ണകുമാർ IAS, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം ഒരു വികസന സെമിനാർ നടത്തി. നമ്മൾ അത്ഭുതപ്പെട്ടു. എൻ്റെ പിതാവിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയാണ് ഒരു വലിയ ബുക്ക്. തേനീച്ച വളർത്തൽ മുതൽ ക്ഷീരവികസനം തുടങ്ങി ടൂറിസം. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ആ സെമിനാറിൽ വിഭാവനം ചെയ്തതാണ് എറണാകുളം ബൈപ്പാസ്. അപ്പോ അത് 70 എനിക്ക് തോന്നുന്നത് എറണാകുളം ബൈപ്പാസ് യാഥാർത്ഥ്യമായത് 90-95 കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടിയ നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പ്രാപ്തരായ ആളുകളുടെ എന്താ പറയുക, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയുന്നത്, അത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഓരോ മേഖലയിൽ അങ്ങനെ ഒരു വികസന സെമിനാർ തന്നെ നടത്തിക്കൊണ്ട്, ഇപ്പോൾ രാഷ്ട്രീയമായ വ്യത്യസ്തതകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു വിഷയത്തിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാൾ ഇപ്പൊ ഞങ്ങളെ മലയാറ്റൂർ കോട്ടനാട് പാലം തന്നെ അലൈൻമെന്റ് മാറ്റി അല്പം കിഴക്കോട്ടാക്കിയാൽ നമ്മുടെ അവിടുത്തെ IBയിലെത്തും. വനഭൂമിയാണ്, കിട്ടൂല. ശബരിമലയ്ക്ക് കിട്ടാത്തത് ഒരു പാലത്തിന് കിട്ടും. അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ 5 കിലോമീറ്റർ അപ്പുറം വരെ അതില് അലൈൻമെന്റ് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സർവേയുടെ ഒരു ഉപകരണമാണ്. അത് നമ്മുടെ മാഷാണ് അത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഈ വിഷയങ്ങളിലെല്ലാം വളരെ പ്രാപ്തരായ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടെ ഉൾച്ചേർത്തുകൊണ്ട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അങ്കമാലിയുടെ ഉന്നമനം, കേരളത്തിന്റെ മുന്നേറ്റം, അതൊക്കെ ലക്ഷ്യം വെക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ച് നമുക്ക് സമഗ്രമായി ഏറ്റവും ആദ്യം തന്നെ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും, അത് ലാൻഡ് യൂട്ടിലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മേഖലയും ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രമാത്രം സ്ഥലമാണ് ആ രീതിയിൽ വിനിയോഗിക്കപ്പെടാതെ കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ നമുക്ക് റിസോഴ്സ് മാപ്പിംഗ് ഒക്കെ നടത്താം. സെന്റർ ഫോർ എക്സൈൻസ് സ്റ്റഡീസും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലോക്കൽ ബോഡിയും എല്ലാം ചേർന്ന് ഒരുപാട് പഞ്ചായത്തുകളുടെ റിസോഴ്സ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ചെറുപ്പക്കാരുടെ ഇതെല്ലാം ക്രോഡീകരിച്ച് സമഗ്രമായൊരു പദ്ധതി ആവിഷ്കരിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ അഭിപ്രായം. ഈ കാലത്ത് ഇതിന്റെ എല്ലാം വിശദമായൊരു പഠനം നടത്തിക്കൊണ്ട് ഇതിന്റെ ഡാറ്റ കളക്ഷൻ ഉൾപ്പെടെ ചെയ്യണം, അതിന്റെ ഡോക്യുമെന്റേഷൻ നടത്തണം. ആ രീതിയിൽ വിദഗ്ധരായ ആളുകളെ കൂട്ടിയോജിപ്പിച്ച് നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ആള്, അല്ലേ, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേറെ രീതിയിലായിരിക്കും കാണുന്നത്.
നമ്മൾ ചിലപ്പോൾ ഒരു കെട്ടിടം ഇവിടെ പണിയാന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനീയർ വന്നിട്ട് അത് വേറെ രീതിയിലായിരിക്കും അയാളത് വിഭാവനം ചെയ്യണത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ നമുക്കൊരു ഇത് ചെയ്യാം. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വോട്ടറാണ്. ഞാനൊരു വോട്ടർ എന്ന രീതിയിൽ അങ്കമാലിയുടെ വികസനത്തിൽ താങ്കൾ നൽകുന്ന ഒരു ഉറപ്പ് എന്താണ്? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സമഗ്രമായി അങ്കമാലിയിൽ ഓരോ മേഖലയിലും ഇപ്പൊ ഈ പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ മുകളിൽ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. മെട്രോ പോലെയുള്ള, ജലമെട്രോ പോലെയുള്ള സംവിധാനങ്ങൾ. ഈ പശ്ചാത്തല സൗകര്യം വരെ നമ്മൾ ചർച്ച ചെയ്യണുള്ളൂ. മേജർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പൊ ശബരിപാത, മെട്രോ റെയിൽവേ, ജലമെട്രോ, അല്ലെങ്കിൽ മറ്റ് സമാന്തര പാതകൾ. ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ ഒക്കെ അങ്കമാലിയുമായി കണക്ട് ചെയ്ത് വിഭാവനം ചെയ്തിരുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുപോലെ ഇപ്പൊ ഗ്ലോബൽ സിറ്റി, പിന്നീട് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞു. ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോന്നിലും നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ, ടൈം ബൗണ്ട് പ്രോഗ്രാം തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജൻസി വിഭാഗം ചെറുപ്പക്കാരുടെ അവരുടെ ഒരുപക്ഷെ ഒരു അരാഷ്ട്രീയത എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ വിമർശനാത്മകമായിട്ടാണ് അവർ രാഷ്ട്രീയത കാണുന്നത്. ശരി, താങ്കൾ എങ്ങനെ ഈ ജൻസി വിഭാഗത്തെ അഭിസംബോധന ചെയ്യും? ജനറേഷൻ ഇസഡ് ആണ്. അതില് ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഞാൻ ഈ ഏറ്റവും ഒടുവിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതി പ്രത്യേകിച്ചിട്ടില്ലെങ്കിലും ഞാനൊരു സ്കൂൾ ജൂബിലിയുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുത്ത ഒരു ആശംസ, ആ ആശംസ അതില് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജനറേഷൻ ഇസഡ് 95-നും 2010-നും ഇടയ്ക്കുള്ളവരാണെന്നും പറയുന്നുണ്ട്, 92-നും 14-നും ഇടയ്ക്കുള്ളവരാണെന്നും പറയുന്നുണ്ട്. എന്തായാലും അതൊരു ഇത് തന്നെയാണ്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയാണ് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച വിജ്ഞാന കേരളം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ അതിനെക്കുറിച്ച് ഗവൺമെന്റ് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആധികാരികമായി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഡോക്ടർ തോമസ് ഐസക് എഴുതിയ വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിനുശേഷം ഡോക്ടർ PS ശ്രീകല മറ്റൊരു പുസ്തകം ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള വായിച്ചിട്ടില്ല. അപ്പോ ഈ വിജ്ഞാന കേരളം എന്ന് പറയുന്ന ആ പദ്ധതിയിൽ തൊഴിൽ ലഭ്യത തന്നെയാണ്. അതിന് സ്കിൽ ഡെവലപ്മെന്റ് അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. നൈപുണ്യ വികസനം. നമുക്ക് അക്കാദമിക് തലത്തിൽ ആളുകൾക്ക് പ്രാപ്തിയുള്ളപ്പോൾ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തനം. ഇപ്പോൾ കുറെ ജോബ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് കുറെ ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഭ്യസ്ത വിദ്യരും ബിരുദാനന്തര ബിരുദവും ഉന്നത സാങ്കേതിക വൈദഗ്ധ്യവും ഒക്കെ ഉള്ള യുവതലമുറ, ഈ ജൻസി തലമുറ, അവര് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാതെ അവർക്ക് ഇവിടെ തന്നെ തൊഴിൽ, ആ തൊഴിൽ സാധ്യതകൾ ഉറപ്പിക്കാൻ ഇൻഫർമേഷൻ ടെക്നോളജി ആവാം, ബയോടെക്നോളജി ആവാം, നാനോ ടെക്നോളജി ആവാം, ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ നാനാ മേഖലകൾ. അതിന്റെ ഒപ്പം തന്നെ ശരിക്കും ടൂറിസം. ഈ രണ്ട് മേഖലയിലല്ലാതെ നമുക്ക് ഇവിടെ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഭൂലഭ്യതയാണ് അതിന്റെ ഏറ്റവും വലിയ, ലാൻഡ് അവൈലബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കാർഷിക ഭൂപരിഷ്കരണമായാലും വിദ്യാഭ്യാസമില്ലായാലും ജനകീയാസൂത്രണമായാലും കുടുംബശ്രീ ആയാലും സാക്ഷരതാ യജ്ഞം, ഇതൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഭാവി കേരളത്തിന് ഏറ്റവും പ്രയോജനപ്പെടും. ഇതൊന്നും ഇപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയും. അപ്പോ അത്രമാത്രം മാറിയിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ഈ വിജ്ഞാന കേരളം പദ്ധതി വഴി നമ്മുടെ വരും തലമുറകൾക്ക് പ്രയോജനപ്രദമായ നിരവധി കാര്യങ്ങൾ. അപ്പോൾ വിദേശ രാജ്യത്തെ അത്രയും ആകർഷകമായ തൊഴിലവസരങ്ങളോ വരുമാനം ഇവിടെ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അവിടെ ലഭിക്കുന്ന വരുമാനത്തിൽ സിംഹഭാഗവും ടാക്സ് കൊടുക്കണം. അവിടുത്തെ ഇൻഷുറൻസിന്റെ ഒക്കെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിത ചെലവ് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് കേരളത്തിൽ തന്നെ ഈ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നയപരിപാടി നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ കേരളത്തിന്റെ പദ്ധതികളെ കുറിച്ച് ഒരു നവകേരള കുറിച്ച് പറഞ്ഞു. അങ്കമാലി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ, NC റോഡ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, അങ്ങനെ. അപ്പൊ ആ സാധ്യതകൾ കുറെ കൂടി വിപുലപ്പെടുത്തി ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഇത് എവിടെ നമ്മൾ ഭൂമി ഏറ്റെടുത്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇപ്പൊ നാഷണൽ ഹൈവേ വികസനത്തില് ജനങ്ങൾ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിക്കായിരുന്നത്
ഇപ്പോഴുള്ള സെൻട്രൽ ആക്ട് പ്രകാരം, ലാൻഡ് അക്വസിഷന്റെ ആക്ട് പ്രകാരം അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം ഏറ്റെടുക്കുമ്പോൾ വളരെ ന്യായമായിട്ടുള്ളതും വളരെ പണ്ടൊക്കെ ആണെങ്കിൽ ഭൂമി വില പിന്നെ ഒരു 30% സ്വലേഷ്യം, അതൊക്കെ മാറിയിട്ട് വളരെ ആകർഷകമായ ഒരു പാക്കേജ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലും അത്തരത്തിൽ നമുക്ക് ഇപ്പോ MC റോഡിന്റെ വൈഡനിങ്ങും കാര്യങ്ങളും 2000 നടക്കുമ്പോൾ കാലടി അങ്കമാലി മൂവാറ്റുപുഴ നടപ്പാക്കിയില്ല. ഞങ്ങൾ പെരുമ്പാവൂർ ഒരു കാലടി കവലുണ്ടല്ലോ, അവിടെ അത് ചെയ്തത് അന്ന് മുനിസിപ്പൽ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് MC മോഹൻ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട TP ഹസനൊക്കെയും ഞങ്ങളും പോയിട്ട് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചേർക്കുളം അബ്ദുള്ള സാഹിബിനെ കണ്ട് ഈ ഇറക്കി വെക്കുന്ന നമ്മൾ 3 മീറ്റർ വിട്ടു വേണമല്ലോ ഈ റോഡില്. അപ്പൊ അതിൽ ചില വിട്ടുവീഴ്ചകൾ അളവുകളും വാങ്ങിക്കൊണ്ടാണ് നമ്മൾ അന്ന് ആ കാലടി കവലയിൽ അത് ചെയ്തത് പെരുമ്പാവൂർ. അത് നടക്കാതിരുന്നാണ് ഈ 2 പ്രദേശങ്ങളുടെ പ്രധാന പ്രശ്നം. എന്തൊക്കെ വികസനം എവിടെയൊക്കെ വരുമ്പോഴും ഒരു തുള്ളി ചോര പൊടിയാതെ ഒരു കുഞ്ഞും ജനിച്ചിട്ടില്ല. മുട്ട പൊട്ടിക്കാതെ പുൽസൈ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിന് ഇതിന്റെ ദോഷഫലങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അതിൻ്റെതായ നഷ്ടപരിഹാരം കൊടുക്കണം. മലയാറ്റൂർ കോടനാട് പാലം പണിയുമ്പോൾ 30 വർഷത്തോളം വിദേശത്ത് ഭൂട്ടാനിലോ സിക്കിമിലോ അവിടെ എവിടെയാണ് ജോലി ചെയ്ത് നാട്ടിൽ വന്ന സ്ഥിരതാമസമാക്കിയ ആളുടെ അടുക്കളയും ഡൈനിങ് റൂമും ഉൾപ്പെടെ പൊളിച്ചു മാറ്റിയിട്ടാണ് അവിടെ ആ ഇത് പണിതത്. ഞാനൊരു സാമുദായികമായൊരു ചോദ്യം ചോദിക്കട്ടെ. 2016 നോക്കുന്നത് നിയമസഭയിൽ ഒരു യാക്കോബായ സഭയുടെ അന്നത്തെ പ്രശ്നത്തെ സംബന്ധിച്ച് വളരെ വൈകാരികമായി തങ്ങളുടെ ഒരു നിയമസഭാ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. എങ്ങനെയാണ് കാണുന്നത്? അത് അതിന്റെ പ്രധാന അന്ന് കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയും 30 മെത്രാപ്പോലീത്തമാര് അന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് സമരം നടക്കുമ്പോഴും നിയമസഭയിൽ അത് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അധ്യാപകരോ സർക്കാർ ജീവനക്കാരോ മറ്റേതെങ്കിലും മേഖലയിലെ ജീവനക്കാരോ തൊഴിലാളികളോ ഒക്കെ സമരം ചെയ്യുമ്പോൾ പുറത്ത് സമരം നടക്കുമ്പോൾ അത് നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അന്ന് അത് എന്നോട് അവതരിപ്പിക്കാൻ കൊടിയേരിയാണ് അന്ന് പ്രതിപക്ഷത്തുനിന്ന് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചത്. അങ്ങനെ എന്നോട് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു. മനസ്സിലായി, 3 മിനിറ്റ് സമയമാണത്. അപ്പൊ ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ അവതരിപ്പിക്കുകയും അതിൽ ആവശ്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചില കോട്ടങ്ങൾ എതിർഭാഗത്തിന് അത്രയും നമ്മളോട് വിരോധം ഉണ്ടാവുമല്ലോ, അത് ആ രീതിയിൽ അവസാനിച്ചു. അതൊക്കെ ഇതൊരു കാലം കഴിഞ്ഞാൽ തീരാത്ത കാര്യങ്ങളില്ലല്ലോ, അത്രേ ഉള്ളൂ. അങ്കമാലിയുടെ ഒരു സാധാരണ വോട്ടറോട് സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അല്ല, അങ്കമാലിയുടെ കാര്യത്തിൽ ഏറ്റവും ആത്മാർത്ഥമായും ആധികാരികമായും ദീർഘവീക്ഷണത്തോടെ കുറെ കാര്യങ്ങൾ ചെയ്തൊരാൾ സഖാവ് AP കുര്യനാണ്. അത് അല്ലെങ്കിൽ ആ കാലത്ത് നിർവഹിക്കാവുന്ന ഇപ്പൊ എടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് IIP AP-യുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം പിന്നെ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലാണ് പിന്നീടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്തുകളിലും ഒക്കെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും. ഇന്ന് രാവിലെ ഞങ്ങള് നമ്മുടെ ആരോഗ്യപാതയിൽ പോയി നടന്നു. വളരെ മനോഹരമായ, എനിക്ക് അത് വളരെ ആകർഷകമായിട്ട് തോന്നി. അത് ആ തോടിന്റെ വിപുലീകരണം കൂടി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. സമാനമായ രീതിയിൽ ഞങ്ങൾ പെരുമ്പാവൂർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തോട് ചേർന്നുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ ആൽപ്പാറ ദേവീക്ഷേത്രം വകയാണ് ശരിക്കും ആ ക്ഷേത്രക്കുളം. അത് ഞങ്ങൾ ഈ കോഴിക്കോട് മാനാഞ്ചിറ കണ്ടപ്പോഴാണ് ഈ ക്ഷേത്രക്കുളം അതുപോലെ നവീകരിക്കണമെന്ന് പറഞ്ഞത്. അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും കമ്മീഷണർമാരെയും എഞ്ചിനീയർമാരെയും എല്ലാം സ്വാധീനിച്ച് 53 ലക്ഷം രൂപ മണിക്കാണ് ആ ചിറ നവീകരിച്ചത്. ആ ഒറ്റ പ്രവൃത്തി കൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ കിണറുകളിലും റീചാർജിങ് ഒക്കെ വളരെ ഭംഗിയായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും മെഗാ പ്രോജക്റ്റുകളൊന്നും ആവണമെന്നില്ല. വളരെ ചെറിയ, ചിലപ്പോൾ ഒരു ചെറിയ ഇന്നലെ ഞങ്ങൾ എവിടെയോ പോയി ഒരു കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് ഒരു കനാലിന്റെ മുകളിൽ, ഞങ്ങൾ ഒക്കൽ ബാങ്കിന്റെ മുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജോസ് തെറ്റയിൽ MLA ആയിരിക്കുമ്പോൾ കൊടുത്ത്, എവിടെയാണെന്ന് ഞാൻ കൃത്യം ഓർക്കില്ല. നമ്മൾ പോയ വഴി ഒരാൾ കാണിച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആസൂത്രിതമായി
ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റിയാൽ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നെ ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ആളുകളെ ചിലതൊക്കെ എനിക്ക് കഴിയാതെ വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ ആളൊന്നല്ലേ. പ്രവർത്തന നിരതനായിരുന്നു. ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെട്ട ഈ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ വിജയപ്രതീക്ഷയെ അത് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നാണ് തോന്നുന്നത്? എനിക്ക് ഏറ്റവും ആവേശകരമായ ഒരു അനുഭവം, അതുപോലെ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മുതൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ സജീവ പ്രവർത്തകരെല്ലാം വളരെ ആത്മാർത്ഥമായി ഒരു ഉറപ്പുപേക്ഷിച്ച് ഇത്രയും സമയം അവർ വളരെ ചിട്ടയായി, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഇപ്പൊ ഈ പറയുന്ന ഇന്ന് വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റുകളിൽ പോയി, ഈ പറഞ്ഞ ആരോഗ്യപാതയിൽ പോയി, റെയിൽവേ സ്റ്റേഷനിൽ പോയി, ഇതൊക്കെ അവരാസൂത്രണം ചെയ്തതാണ്. എനിക്ക് സാധിക്കില്ലല്ലോ ഇവിടുത്തെ പരിപാടികൾ. അങ്ങനെ വളരെ വൈവിധ്യപൂർണമായ നിരവധി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആവിഷ്കരിക്കുന്നുണ്ട്. അത് പ്രവർത്തകരും ജനങ്ങളും ആകെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രയും ദിവസം കൊണ്ട് ഈ പഞ്ചായത്തുകളിലും നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് സ്ഥാപനങ്ങളിൽ നൂറുകണക്കിന് ജീവനക്കാരുള്ള, പ്രത്യേകിച്ച് വനിതകൾ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഈ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രീകരണം ഇല്ലാത്ത നാട്ടിലെ ആളുകൾ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ജോലി ചെയ്ത ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി. ഞങ്ങളുടെ നാട്ടുകാരായ ചിലര്, അവിടെ ബന്ധുക്കളുള്ളവരെ ഒക്കെ പരിചയപ്പെടാൻ പറ്റി. ഇതുവരെ ഒരു സ്ഥലത്തും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സ്ഥാപനത്തിലോ ഉണ്ടായിട്ടില്ല. വളരെ സാവധാനമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി, പ്രത്യേകിച്ച് ഈ മതധർമ്മ സ്ഥാപനങ്ങൾ, അതുരാലയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ചെന്നപ്പോൾ അവർ വളരെ അത് ആ പ്രാദേശികമായി ഞങ്ങളെ കൊണ്ടുപോയ പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു അംഗീകാരമാണ്, എൻ്റെ മാത്രം ഒരു മികവല്ല. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ സംസാരം നമുക്ക് നിർത്തേണ്ട സമയമായി. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അങ്കമാലി നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ സാജിപ്പോൾ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ തുടരുകയാണ്. എല്ലാ വിജയാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഓക്കെ, എനിക്ക് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്, അങ്ങ് സംസാരം അവസാനിപ്പിക്കാതെ മിതഞ്ച സാരഞ്ച വാചോഹി വാഗ്മിത എന്നാണ്. മിതമായി സാരാംശങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയുന്നവരാണ് വാഗ്മി. മഹാനായ സഖാവ് EMS 15 മിനിറ്റ് പ്രസംഗിക്കാറുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ഫടിക തുല്യമായ തെളിഞ്ഞ ചിന്തയാണ്. പറയാം. അതെ, ഓക്കെ, താങ്ക് യു. ശരി, ആയിക്കോട്ടെ.